ഒടുവിൽ ആരവല്ലി മലനിരകൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന പ്രതിഷേധത്തിന് വഴങ്ങി കേന്ദ്ര സർക്കാർ. ആരവല്ലി മലനിരകളിൽ പുതിയ ഖനന ലൈസൻസ് അനുവദിക്കുന്നതിന് കേന്ദ്രം സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തി. ആരവല്ലിയിലെ സംരക്ഷിത മേഖല വിപുലീകരിക്കാനും തീരുമാനമെടുത്തിട്ടുണ്ട്. ആരവല്ലി കുന്നുകൾക്കും മലനിരകൾക്കും പ്രഖ്യാപിച്ച പുതിയ നിർവചനം ആരവല്ലി മേഖലയുടെ പാരിസ്ഥിതിക നാശത്തിന് വഴിവെക്കുമെന്ന ആശങ്ക കനക്കുകയും രാജസ്ഥാനിലും ഹരിയാനയിലും അടക്കം വൻ പ്രക്ഷോഭങ്ങൾ അരങ്ങേറുകയും ചെയ്തതോടെയാണ് പുതിയ പ്രഖ്യാപനവുമായി കേന്ദ്രം രംഗത്തെത്തിയത്. ഗുജറാത്ത് മുതൽ ഡൽഹി വരെയുള്ള ആരവല്ലിയുടെ ഭൗമശാസ്ത്രപരമായ അതിർവരമ്പുകളെ സംരക്ഷിച്ചു നിർത്തുന്നതിനായാണ് ഖനനം നിർത്തുന്നത് എന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയത്. രാജ്യ തലസ്ഥാന മേഖലയുടെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്നവയാണ് ആരവല്ലി മലനിരകൾ. 700 കിലോമീറ്റർ നീളമാണ് ഈ പർവ്വതനിരകൾക്കുള്ളത്. രാജസ്ഥാൻ, ഗുജറാത്ത്, ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. കുന്നുകളും വരമ്പുകളും പുറന്തോടുകളും പീഠഭൂമികളും എല്ലാം ആരവല്ലിയെ പൂർണ്ണമാക്കുന്നുണ്ട്. എന്താണ് ഈ പുതിയ വിവാദത്തിന് പിന്നിൽ നോക്കാം. ആരവല്ലി കുന്നുകളുടെ നിർവചനം സുപ്രീം കോടതി പുതുക്കി നിശ്ചയിച്ചു. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നൽകിയ റിപ്പോർട്ട് അനുസരിച്ചായിരുന്നു പുതിയ നിർവചനം. ഭൂനിരപ്പിൽ നിന്ന് 100 മീറ്ററെങ്കിലും ഉയർന്നു നിൽക്കുന്ന കുന്നുകളായിരിക്കും ആരവല്ലി കുന്നുകളായി പരിഗണിക്കുക. 500 മീറ്ററിനുള്ളിൽ 2 അതിൽ കൂടുതലോ കുന്നുകൾ ഉണ്ടാകണം. ഭൂരിഭാഗം കുന്നുകളും 50 മീറ്ററിൽ താഴെ ഉയരമുള്ളവയാണ്. ഇതോടെ 10% ഒഴികെ ആരവല്ലി കുന്നുകൾ അല്ലാതെയാകും എന്നതായിരുന്നു യാഥാർത്ഥ്യം. 90% മേഖലകൾക്കും ഖനനാനുമതി ലഭിക്കാൻ കാരണമാകുമെന്നാണ് വിമർശനം. ഖനന മാഫിയ അടക്കി വാഴുമെന്നാണ് കർഷകർ പറഞ്ഞിരുന്നത്. ജൈവ വൈവിധ്യ മേഖല അപ്പാടെ തകരുമെന്നുള്ള ആക്ഷേപവും ഉയർന്നിരുന്നു. സനീഷ്, എന്തായാലും ഇപ്പോൾ ഈ തീരുമാനത്തിൽ നിന്ന് മുന്നോട്ട് പോയിരിക്കുകയാണ്. പക്ഷേ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായി എന്നതാണല്ലോ തീർച്ചയായും ഞെട്ടിക്കുന്നത്. ഏതാണ്ട് 0.19% പ്രദേശം മാത്രമാണ് ഖനനത്തിന് സാധ്യമാകുന്നത് അവിടെ ഉള്ളത് എന്നാണ് നേരത്തെ കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ പറഞ്ഞ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ ഇങ്ങനെ ഒരു തീരുമാനവും റിപ്പോർട്ടും വരികയും ആ റിപ്പോർട്ട് സുപ്രീം കോടതി അംഗീകരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതോടെ 90% ഖനനത്തിന് സാധ്യതയുള്ള മേഖലയായി മാറുകയായിരുന്നു. ഇപ്പോൾ ഈ സാഹചര്യത്തെ എങ്ങനെ കാണുന്നു? ഇതിനകത്ത് ഈ പറയുന്ന ഈ ഖനനം പാടില്ല, ഖനനാനുമതി നിഷേധിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഈ മാറ്റിയ സംഗതികളുണ്ടല്ലോ, അത് മാറ്റി നിശ്ചയിച്ചിട്ടില്ല, പഴയതുപോലെ ആക്കിയിട്ടില്ല. അതവിടെ കിടക്കുകയാണ്. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതായത് ഈ ഭൂനിരപ്പിൽ നിന്ന് 100 അടി ഉയരമുള്ളതിന് മാത്രമേ കുന്നായിട്ട് പരിഗണിക്കൂ. 100 മീറ്റർ അത് മാത്രമേ കുന്നായിട്ട് പരിഗണിക്കൂ. ഈ 2 കുന്നുകൾ തമ്മിൽ 500 മീറ്ററിനകത്താണെങ്കിൽ മാത്രമേ ഇതൊരു പ്രത്യേക ഏരിയ ആയിട്ട്, എന്ന് വെച്ചാൽ ഒരു പർവ്വത നിരയായിട്ടൊക്കെ പരിഗണിച്ചിട്ട് അതിന് ആനുകൂല്യം കൊടുക്കുമെന്നാണ്. പക്ഷേ ഈ ആരവല്ലിയും സംഭവങ്ങളെ ആ സ്ഥലത്തെപ്പറ്റി നമ്മൾ വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ 50 മീറ്ററൊക്കെയുള്ള ഇങ്ങനെ പരന്ന് ഒരുപാട് ദൂരത്തിൽ ഇങ്ങനെ കിടക്കുന്ന ചെറിയ 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 സ്ഥലങ്ങളാണ്. അപ്പോൾ ഈ പറയുന്ന 100 മീറ്റർ ഉയരമുള്ള 500 മീറ്റർ അടുത്ത് നിൽക്കുന്ന, അതിനകത്ത് നിൽക്കുന്ന പ്രദേശം ഒഴികെ ബാക്കി എല്ലാ സ്ഥലവും സാധാരണ സ്ഥലം പോലെയാവും. എന്ന് വെച്ചാൽ അവിടങ്ങൾ നിർമ്മാണ പ്രവർത്തനം നടത്താൻ, ടൂറിസം സംഗതികൾ ഉണ്ടാക്കുക, എല്ലാം നടത്താം. അതോടുകൂടിയിട്ട് ആ പ്രദേശത്തിൻ്റെ ആകപ്പാടെ ഭൂമിശാസ്ത്രം കൊണ്ട് മാറും. അങ്ങനെ മാറിയാൽ എന്താ സംഭവിക്കുക? അങ്ങനെ മാറിയാൽ ഈ പറയുന്ന 4 നോർത്ത് സംസ്ഥാനങ്ങളെ ആകെ തന്നെയും അതിൻ്റെ പാരിസ്ഥിതികമായിട്ടുള്ള കാര്യങ്ങളെ, വെള്ളം, മറ്റു കാര്യങ്ങളെല്ലാം നിർണ്ണയിക്കുന്നൊരു പ്രധാനപ്പെട്ട ഏരിയയാണ് ഈ ആരവല്ലി പർവ്വതനിരകൾ. അത് ഈ പർവ്വതനിരകളാകെ തന്നെ പോവുകയും അതിൻ്റെ 90% ഖനനം നടത്താം അല്ലെങ്കിൽ ടൂറിസം നടത്താം എന്ന മട്ടിലേക്ക് മാറുകയും ചെയ്താൽ ഈ സംസ്ഥാനങ്ങളാകെ തന്നെ നമ്മളിപ്പോൾ കാണുന്ന പോലെ അല്ലാതായി മാറുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ. പക്ഷേ എന്നിട്ട് ഇങ്ങനെ ഒരു വളരെ വിചിത്രമായ തീരുമാനം എടുത്തിരിക്കുകയാണ്. ആ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ വലിയ സമരം വന്നപ്പോൾ ഖനനാനുമതി നിഷേധിക്കാൻ സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതിവിടം കൊണ്ട് സമരം നിർത്തിയാൽ തീരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു വലിയ മുന്നേറ്റം തന്നെ അതിനു വേണ്ടിയിട്ട് ഇനിയും നടത്തേണ്ടതായിട്ട് വരുന്നതാണ് നമ്മൾ വാർത്തകൾ വായിച്ചപ്പോൾ കാണുന്നത്. അതെ, ഇതിൽ ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ ഇതിനെ എതിർക്കുകയാണ് ചെയ്തിട്ടുള്ളത് ആ ഘട്ടത്തിൽ തന്നെ. അതുപോലെ ഈ CECയും അതിനെ എതിർത്തു. പക്ഷേ ഇവരൊക്കെ എതിർക്കുമ്പോഴും ഈ അനുമതി നൽകാമെന്നുള്ള, അല്ലെങ്കിൽ ഈ നിർവചനത്തിലേക്ക് പോകാമെന്നുള്ള തീരുമാനത്തിലേക്ക് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം എത്തി എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായ കാര്യം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ ധാർ മരുഭൂമിയുടെ വ്യാപനത്തെ തടഞ്ഞു നിർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നത് ആരവല്ലി പർവ്വതനിരകളാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെപ്പോലും അവഗണിച്ചുകൊണ്ട് ഇങ്ങനെ ഇത് ഖനനം നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്കൊക്കെ പോയാൽ ഈ ഡൽഹി അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് ഈ പൊടിക്കാറ്റിൻ്റെയും അല്ലെങ്കിൽ അവിടുത്തെ ജലലഭ്യതയുടെയും ഒക്കെ കാര്യത്തിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന ആളുകളെല്ലാം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് വലിയ പ്രക്ഷോഭം ഉണ്ടായതും. കേന്ദ്ര സർക്കാരിൻ്റെ ശുപാർശ പരിഗണിച്ചാണ് സുപ്രീം കോടതി പ്രത്യേക ഉയരപരിധിക്ക് മുകളിലുള്ള കുന്നുകൾക്ക് മാത്രമേ പാരിസ്ഥിതിക പ്രാധാന്യമുള്ളൂ എന്ന നിർവചനത്തിലേക്ക് എത്തിയത്. ആവാസ വ്യവസ്ഥയെ പൂർണ്ണമായി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു നിർദ്ദേശമാണോ എന്ന സംശയങ്ങളാണ് ഉയർന്നത്. ആരവല്ലിയുടെ പശ്ചാത്തലം പോലും പരിഗണിക്കാതെയുള്ള നിർദ്ദേശങ്ങളാണ് ഇവ എന്ന് നിസ്സംശയം പറയാം.
ചെറുകിട ഖനനങ്ങൾക്ക് പകരം വൻകിട ഖനന മാഫിയയ്ക്ക് 700 കിലോമീറ്ററോളം നീണ്ടുകിടക്കുന്ന മേഖലയെ ആകെ തീറെഴുതി കൊടുക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്നാണ് ഉയർന്നു വന്ന വിമർശനം. വലിയ ജനകീയ പ്രതിഷേധങ്ങൾ ഉയർന്നതോടെ കേന്ദ്രം തൽക്കാലം തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോയിട്ടുണ്ട്. രാജ്യത്തിൻ്റെ വികസന കുതിപ്പിൽ ഖനന വ്യവസായങ്ങൾക്കടക്കം വലിയ പങ്കുണ്ടെന്ന വസ്തുത RDXും കാണാതെ പോകുന്നില്ല. എന്നാൽ ആരവല്ലി കുന്നുകളിലെ നീക്കം വൻകിട മുതലാളിമാർക്ക് ലാഭം കൊയ്യാൻ വേണ്ടി മാത്രമായിരുന്നു എന്ന സംശയമാണ് ബലപ്പെടുന്നത്.